കനിവിൻ്റെ മധുരം മനം നിറയെ പകരുന്ന കോഴിക്കോടിൻ്റെ ഹൃദയതാളത്തിൻ്റെ ഭാഗമായി നിശബ്ദതയിൽ ഒറ്റപ്പെട്ടു പോയവരെ നിശബ്ദതയിൽ നിന്ന് ശബ്ദത്തിലേക്കും ഒറ്റപ്പെടലിൽ നിന്നും കൂട്ടായ്മയിലേക്കും കൈപിടിച്ചു നടത്തുവാൻ കാരുണ്യമാതാവിൻ്റെ പുത്രിമാർ എന്ന സന്യാസ സഭയ്ക്ക് കീഴിൽ 1980 പ്രവർത്തനമാരംഭിച്ച വിദ്യാലയമാണ് കരുണ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഹയർ സെക്കൻഡറി സ്കൂൾ കോഴിക്കോട്. അറിവിൻ്റെ തീർത്ഥവും കാഴ്ചയുടെ വർണ്ണപ്രപഞ്ചവും ഒരുക്കി 4 പതിറ്റാണ്ടിലേറെയായി പ്രൗഢഗംഭീരമായി നിലകൊള്ളുന്ന ഈ പ്രകാശഗോപുരത്തെ നാളിതുവരെ ജ്വലിപ്പിച്ച ദൈവകാരുണ്യത്തിനു മുൻപിൽ ശിരസ്സ് നമിച്ചുകൊള്ളുന്നു. വിദ്യാസമ്പാദനത്തിനുള്ള സർഗാത്മകവും ക്രിയാത്മകവുമായ വഴിത്താരകൾ തെളിയിച്ചുകൊണ്ട് കേൾവി പരിമിതരായ കുട്ടികളുടെ സമഗ്ര വികസനം ഉറപ്പുവരുത്തി അവരെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ് കരുണ സ്കൂളിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. സ്കൂളിലേക്ക് കടന്നു വന്നിരിക്കുന്ന കുട്ടികളെയും രക്ഷിതാക്കളെയും അഭ്യുദയകാംക്ഷികളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് കരുണ സ്കൂളിൻ്റെ 2022, 2023, 2024 അധ്യയന വർഷങ്ങളിലെ പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ചുകൊള്ളുന്നു. അക്കാദമികം ആംഗ്യഭാഷയ്ക്കും സംസാര ഭാഷയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകുകയും ഡിജിറ്റൽ ക്ലാസ് മുറികളുടെ സൗകര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടും ഓരോ കുട്ടിക്കും പരിഗണന നൽകിക്കൊണ്ടുമുള്ള പഠന രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. പ്രവർത്തനാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് വിനോദത്തിലൂടെയുള്ള അറിവ് സമ്പാദനം ഇവിടെ കുട്ടികൾക്ക് സുപരിചിതമാണ്. ഓരോ ആഴ്ചയിലും SRG മീറ്റിങ്ങുകളിലൂടെ പോരായ്മകൾ ചർച്ച ചെയ്ത് പഠനരീതികൾ ആവിഷ്കരിക്കുന്നു. പഠന മികവുകൾ കൃത്യമായി മൂല്യനിർണ്ണയം നടത്തി ആവശ്യമായ പരിഹാരബോധനവും നൽകി വരുന്നു. കുട്ടികളുടെ പഠനകാര്യങ്ങളിലും സ്കൂളിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലും ആവശ്യമായ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് മികച്ച ഒരു രക്ഷാകർതൃ സമിതിയും ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നു. സ്കൂൾ സമയത്തിനപ്പുറത്തേക്കും അധ്യാപകരുടെ സഹായത്തോടെ പഠന പ്രവർത്തനങ്ങൾക്കും സംശയ നിവാരണത്തിനും കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം പ്രയോജനകരമാകുന്നു. പ്രവേശനോത്സവം അറിവിൻ്റെ വിശാലമായ ലോകത്തേക്ക് പുതിയ കാൽവെപ്പുകളുമായി ജൂൺ 1-നെത്തിയ കുരുന്നുകളെ തോരണങ്ങളുടെയും ബാൻഡ് മേളത്തിൻ്റെയും അകമ്പടിയോടെ അധ്യാപകർ ആനയിച്ചു. വാർഡ് കൗൺസിലർ ശ്രീ വരുൺ ഭാസ്കർ വിശിഷ്ടാതിഥിയായിരുന്നു. നവാഗതർക്ക് പഠനോപകരണ കിറ്റ് നൽകുകയും അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കടന്നുവരുന്ന കുരുന്നുകൾക്ക് മധുരവും നൽകി അധ്യാപകർ അവരെ ക്ലാസ് റൂമുകളിലേക്ക് ആനയിച്ചു. പരിസ്ഥിതി ദിനം പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്ന മുദ്രാവാക്യത്തോടെ പരിസ്ഥിതി ദിനാഘോഷം ജൂൺ 5-ന് വിപുലമായി നടത്തി. കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ മാർഗരറ്റ് തുരുത്തേൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. കണ്ടൽക്കാടുകളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് സരോവരം ബയോപാർക്ക് കുട്ടികൾ സന്ദർശിച്ചു. സ്കൂളിൽ ഫലവൃക്ഷത്തൈകൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ പ്രദർശനവും നടത്തി. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൃഷിയുടെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ച് കേരള കാർഷിക സർവകലാശാലയുടെ സംരംഭമായ വേങ്ങേരി കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടെ ഒരു സെമിനാർ സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വിവിധ മത്സരങ്ങളും നടത്തി. വായന പക്ഷാചരണം ജൂൺ 19
വായനാ ദിനം സമുചിതമായി ആഘോഷിച്ചു. 22/6/2022 മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബേപ്പൂരിലുള്ള വൈലാലിൽ എന്ന വീട്ടിലേക്ക് UP ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ പഠനയാത്രയിൽ പ്രകൃതിയെയും മനുഷ്യനെയും ഒന്നായി കാണുകയും നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആ വലിയ കലാകാരൻ്റെ ഓർമ്മകൾ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരുപോലെ അനുഭവവേദ്യമായി. ലഹരി വിരുദ്ധ ദിനം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ചും ലഹരി വസ്തുക്കളിൽ നിന്നും വിട്ടുനിൽക്കേണ്ട ആവശ്യകതയെപ്പറ്റിയും പുതുതലമുറയെ ബോധവൽക്കരിക്കാൻ ഒരു അവസരമാണ് ഈ ദിനാഘോഷം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KC കരുണാകരൻ നയിച്ച ബോധവൽക്കരണ ക്ലാസ് നല്ല രീതിയിൽ കുട്ടികളെ സ്വാധീനിച്ചു. കുട്ടികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് പൊതുലഹരിക്ക് ഒരു വോട്ട് എന്ന പരിപാടിയും സംഘടിപ്പിച്ചു. യോഗാ ദിനം. കുട്ടികളുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ വളർച്ചയിൽ യോഗ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള മനസ്സ് ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ശ്രീ വർഗീസ് മാത്യുവിൻ്റെ നേതൃത്വത്തിൽ മാറ്റൊലി എന്ന പേരിൽ ഒരു യോഗ സൗഹൃദ പാഠം ആരംഭിച്ചു. ആത്മീയവും ശാരീരികവുമായ ശുദ്ധീകരണം സാധ്യമാക്കുന്ന യോഗ പരിശീലനം പതഞ്ജലി യോഗ റിസർവ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് ഈ വർഷം നടത്തുകയുണ്ടായി. യോഗാചാര്യൻ ശ്രീ ഉണ്ണി രാമൻ നായരുടെ യോഗ പരിശീലനത്തോടെ ആരംഭിച്ച ക്ലാസ് ബഹുമാനപ്പെട്ട സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ശ്രീ SH പഞ്ചാബകേശൻ ഉദ്ഘാടനം ചെയ്തു. അനുമോദന ചടങ്ങ്. 2022-2023 അധ്യയന വർഷത്തെ SSLC +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. ബഹുമാനപ്പെട്ട തുറമുഖ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി അഹമ്മദ് തേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് RDD ശ്രീ സന്തോഷ് കുമാർ വിശിഷ്ടാതിഥിയായിരുന്നു. കുട്ടികൾക്ക് പുരസ്കാര വിതരണം ഉണ്ടായിരുന്നു. സ്കൂൾ പാർലമെന്റ്. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് രീതികളും പ്രക്രിയകളും കുട്ടികളിൽ എത്തിക്കുന്ന രീതിയിൽ സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി. സ്ഥാനാർത്ഥി നിർണയം, ചിഹ്നങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്നിവ പൂർത്തിയാക്കി. ശ്രീലക്ഷ്മി രാജു ചെയർപേഴ്സണായും ഫഹദ് വൈസ് ചെയർമാനായും ലെവിറ്റസ് ലയോള ആർട്സ് സെക്രട്ടറിയായും ജോയൽ ബിനോയി ജനറൽ ക്യാപ്റ്റനായും ലെസിൽ രാജു ഹെൽത്ത് കൺവീനറായും ഫുല്ല ഫാത്തിമ ക്ലീനിംഗ് കൺവീനറായും തിരഞ്ഞെടുക്കപ്പെട്ടു. കരുണ ടാക്കീസ്. ശ്രവണ പരിമിതരായ നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിന് ദൃശ്യസാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ഉപകാരപ്രദമായ രീതിയിൽ ആം ഓഫ് ജോയിയും റോട്ടറി കാലിക്കറ്റും സൺറൈസും ചേർന്ന് ഒരു ഹോം തിയേറ്റർ കരുണ സ്കൂളിന് സമ്മാനിച്ചു. കരുണ ടാക്കീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തിയേറ്റർ കുട്ടികൾക്കും അധ്യാപകർക്കും നല്ലൊരു മുതൽക്കൂട്ടാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശ്രീ അനൂപ് ഗംഗാധരന് കരുണയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പ്രസംഗം, ദേശഭക്തിഗാനം, പതാക നിർമ്മാണം, നിറം നൽകൽ തുടങ്ങിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ ജീവൻ ബലിയർപ്പിച്ച ധീര ദേശാഭിമാനികളെ അനുസ്മരിക്കുകയും ചെയ്തു. ഓണാഘോഷം. ആർപ്പുവിളികളുടെ ആരവത്തോടെ ഓണപ്പാട്ടിൻ്റെ താളത്തിൽ ഓണസദ്യയും ഒത്തുചേർന്നപ്പോൾ അതിമനോഹരമായ ഒരു ഓണാഘോഷം നടത്തുവാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. നാടൻ കളികളും വാശി ഉണർത്തുന്ന വടംവലിയും കുട്ടികളിലും രക്ഷിതാക്കളിലും ഒരുപോലെ ആവേശമുണർത്തി. ഓണത്തിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളോടും കൂടെ കുട്ടികൾ മാവേലിയെ വരവേറ്റു. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണം ഒത്തൊരുമയുടെ ആഘോഷമാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ആവേശോജ്വലമായ ഓണാഘോഷം കൊണ്ടാടി. അധ്യാപക ദിനാചരണം.
വിജ്ഞാനത്തിൻ്റെ ആദ്യാക്ഷരം കുരുന്നു ഹൃദയങ്ങളിൽ തെളിയിക്കുവാൻ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന അധ്യാപകരെ ആദരിക്കുന്നതിനായി മാനേജ്മെൻറ്റിൻ്റെയും PTA ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും അധ്യാപക ദിനം വളരെ നന്നായി ആഘോഷിച്ചു വരുന്നു. കഴിഞ്ഞ വർഷവും ഏറ്റവും വിപുലമായ രീതിയിൽ തന്നെ അധ്യാപക ദിനം ആഘോഷിച്ചു. കലോത്സവം 2022 കോട്ടയത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലും 2023 എറണാകുളത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലും ചിത്രീകരണം, ബാൻഡ് എന്നീ ഇനങ്ങളിൽ ഫസ്റ്റ് A ഗ്രേഡ്, പദ്യപാരായണം, നൃത്തം തുടങ്ങിയ 10ഓളം ഇനങ്ങളിൽ മികച്ച വിജയം നേടാനും കഴിഞ്ഞു എന്നത് കരുണയുടെ സുവർണ നേട്ടങ്ങളിലെ ഒരു പൊൻതൂവൽ കൂടിയാണ്. 2023 എറണാകുളത്ത് വെച്ച് നടന്ന കലോത്സവത്തിൽ 100 പോയിന്റ് നേടി സ്വർണ്ണക്കപ്പ് നേടാൻ കഴിഞ്ഞുവെന്നത് കരുണയുടെ ചരിത്രത്തിൻ്റെ ആവർത്തനമായി. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. ശിശുദിനം. ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം വിവിധങ്ങളായ പരിപാടികളോടെ ആഘോഷിച്ചു. ശിശുദിന റാലി, പ്രച്ഛന്നവേഷ മത്സരം എന്നിവ സംഘടിപ്പിച്ചു. കൗതുകവും ആവേശവും ഉയർത്തിയ വിവിധങ്ങളായ മത്സരങ്ങൾ ഇതിനോടനുബന്ധിച്ച് നടന്നു. പ്രവൃത്തി പരിചയമേള. പഠനം പുസ്തകം മാത്രമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് കരുണയുടെ മക്കൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയമേളകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. 22 ഇനങ്ങളിലായി 66 കുട്ടികൾ പങ്കെടുക്കുകയും 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടി മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തു. കായികം. കഴിഞ്ഞ വർഷങ്ങളിൽ കായിക രംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കുവാൻ കരുണയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 2023 മലപ്പുറത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം മികച്ച വിജയം കൈവരിക്കുവാൻ സാധിച്ചു. വിജയം നേടിയ കുട്ടികൾക്കും അവർക്ക് പരിശീലനം നൽകിയ അധ്യാപകർക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ. കൂടാതെ ഓരോ കുട്ടികൾക്കും അവരവർക്ക് താൽപ്പര്യമുള്ള കലാകായിക മേഖലകളിൽ പ്രാവീണ്യം നേടിയെടുക്കുവാൻ സഹായിക്കുന്ന രീതിയിലാണ് സ്കൂളിൽ കലാകായിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ആരോഗ്യപരവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള പരിശീലനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ചെസ് കോമ്പറ്റീഷൻ, ഫുട്ബോൾ, അത്ലറ്റിക്സ്, ഡാൻസ്, ബാൻഡ്, ഡ്രോയിങ്, അബാക്കസ് എന്നീ പരിശീലനങ്ങളോടൊപ്പം തയ്യൽ, എംബ്രോയിഡറി, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം എന്നിങ്ങനെ നീളുന്നു സ്കൂളിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾ. ടോക്കിംഗ് ഹാൻഡ്സ്. കേൾവി പരിമിതിയുള്ള കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന ആംഗ്യഭാഷ മറ്റു കുട്ടികൾക്കും പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ സമീപത്തുള്ള പൊതുവിദ്യാലയങ്ങൾ സന്ദർശിച്ച് ആംഗ്യഭാഷയുടെ അടിസ്ഥാന ആശയങ്ങൾ പങ്കുവച്ചു. ടെക് ഫെസ്റ്റ്. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ വെച്ച് നടന്ന ടെക് ഫെസ്റ്റിൽ കരുണയിലെ കുട്ടികൾ പങ്കെടുക്കുകയും വിവിധ ഇനങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. ഭിന്നശേഷി ദിനാചരണം. ലോക ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് മലബാർ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കലാകായിക മത്സരങ്ങളിൽ എല്ലാ വർഷങ്ങളിലും എന്നതുപോലെ കഴിഞ്ഞ വർഷവും കരുണ പങ്കെടുക്കുകയും ഓവറോൾ കിരീടം നിലനിർത്തുകയും ചെയ്തു. ക്രിസ്തുമസ് ആഘോഷം. യേശുക്രിസ്തുവിൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്ന ക്രിസ്തുമസ് വിപുലമായ പരിപാടികളോടെ സ്കൂളിൽ സംഘടിപ്പിച്ചു. മനോഹരമായ പുൽക്കൂടൊരുക്കി സാന്താക്ലോസിനെ വരവേറ്റതും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ മാറ്റുകൂട്ടി. കേക്ക് മുറിച്ചും സമ്മാനങ്ങൾ കൈമാറിയും കുട്ടികൾ സ്നേഹവും സന്തോഷവും പങ്കുവച്ചു. ഗൃഹസന്ദർശനം. കുട്ടികളുടെ പഠനം, ജീവിത നിലവാരം എന്നിവ നേരിട്ട് മനസ്സിലാക്കുന്നതിനായി കരുണ സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിച്ചു. ഇത് കുട്ടികളെ നേരിട്ട് അറിയുവാനും മനസ്സിലാക്കുവാനും സഹായകമായി. സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസ മേഖലകളിലെ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ ഈ സന്ദർശനം സഹായകമായി. പഠനയാത്രകളും വിനോദയാത്രകളും. പഠനം ക്ലാസ് മുറികളിൽ മാത്രം ഒതുക്കാതെ കണ്ടും ആസ്വദിച്ചും തൊട്ടും അറിയുന്നതിനായി മുൻ വർഷങ്ങളിലെന്നതുപോലെ
ഫീൽഡ് ട്രിപ്പും പഠനയാത്രകളും വിനോദയാത്രകളും കഴിഞ്ഞ വർഷങ്ങളിലും സംഘടിപ്പിച്ചു. പഠന സഹായികൾ 2024 ജനുവരി 18 ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ ശ്രീ ശ്രീധരൻ പിള്ളയുടെ മഹനീയ സാന്നിധ്യത്തിൽ ഇയർഫോണുകൾ വിതരണം ചെയ്തു. ഈ ഉദ്യമത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കിയ ഇടവക വികാരിയും ജീവന ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട ഫാദർ ആൽഫ്രഡ് വടക്കേത്തുണ്ടിലിന് ഞങ്ങളുടെ നന്ദി ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു. ബാലനിധി കുട്ടികളിൽ സമ്പാദ്യശീലം ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കേരള ബാങ്കിൻ്റെ കീഴിൽ ബാലനിധി എന്ന സമ്പാദ്യ പദ്ധതിയിൽ കുട്ടികളെ അംഗങ്ങളാക്കുകയും എല്ലാ തിങ്കളാഴ്ചകളിലും നിക്ഷേപ സമാഹരണം നടത്തി അതാത് മാസങ്ങളിൽ പണം ബാങ്കിൽ നിക്ഷേപിക്കുകയും 10ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സമ്പാദ്യം പലിശയടക്കം തിരികെ നൽകുകയും ചെയ്യുന്നു. നീന്തൽ പരിശീലനം കുട്ടികളുടെ ശരീരത്തിനും മനസ്സിനും മികച്ച വ്യായാമം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടെ കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ രാജഗോപാൽ അവരുടെ സാന്നിധ്യത്തിൽ നീന്തൽ പരിശീലനം നൽകുകയുണ്ടായി. കുട്ടികൾ വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്ത പരിപാടിയിൽ കരുണ സ്കൂളിനെ ചേർത്തുപിടിച്ച ശ്രീ രാജഗോപാൽ സാറിനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർമ്മിക്കുന്നു. സന്ദർശനങ്ങൾ കുട്ടികളെ സന്ദർശിക്കുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും വിവിധ സ്ഥാപനങ്ങൾ, സംഘടനകൾ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ വർഷാവർഷങ്ങളിൽ കരുണയിൽ എത്താറുണ്ട്. കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ മാർഗരറ്റ് തുരുത്തേലും ടീം അംഗങ്ങളും ഇവിടുത്തെ അധ്യാപകരുമായി കൂടിക്കാഴ്ച നടത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി അധ്യാപകരെ ശാക്തീകരിക്കുകയും ചെയ്യാറുണ്ട്. ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഓഫീസിൽ നിന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും SSIയിൽ നിന്നും സമയാസമയങ്ങളിൽ സ്കൂൾ സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും നൽകുകയും ചെയ്തു വരുന്നു. പുരസ്കാരങ്ങൾ മദർ തെരേസ അവാർഡ് പോയ വർഷത്തിൽ മദർ തെരേസ അവാർഡിന് കരുണ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആലീസ് തിരഞ്ഞെടുക്കപ്പെട്ടത് കരുണയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം ലഭിച്ച ഒരു മുഹൂർത്തമായി മാറി. അവാർഡ് ദാന ചടങ്ങിൽ ഭിന്നശേഷി കമ്മീഷണർ ശ്രീ SH പഞ്ചാബകേശൻ പുരസ്കാരദാനം നടത്തി. ചടങ്ങിൽ വിശിഷ്ടാതിഥികൾ സന്നിഹിതരായിരുന്നു. ഉജ്ജ്വല ബാല്യം സ്കൂളിലെ കായിക അധ്യാപകരുടെ നിരന്തര പരിശീലനത്തിൻ്റെ ഫലമായി +1 വിദ്യാർത്ഥി ജിൽസ് ജെയിംസ് കായിക രംഗത്ത് മികച്ച വിജയം കൈവരിക്കുകയും വനിതാ ശിശുവികസന വകുപ്പിൻ്റെ 2022-2023 വർഷത്തെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം നേടുകയും ചെയ്തു. സ്മരണാഞ്ജലികൾ 44ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ കരുണാ കുടുംബത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ കരുണയുടെ കുടുംബാംഗങ്ങൾക്ക് ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു.